ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജി എസ് ടിയുടെ പൂർണ്ണ രൂപം എന്താണ്? ജി.എസ്.ടിയുടെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരമായി നിലവിൽ വന്ന നികുതി സംവിധാനമാണ് ജി.എസ്.ടി. 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി അഥവാ ജി.എസ്.ടി രാജ്യത്ത് നടപ്പിലാക്കിയത്. 2016 സെപ്റ്റംബർ 8 ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു കമ്പോളം എന്നതാണ് ഈ നികുതി സമ്പ്രദായത്തിന്റെ മുദ്രാവാക്യം. നികുതിദായകർക്കും സർക്കാരിനും സംരംഭകർക്കും തുല്യത ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടേതായ അധികാരമുള്ള ഫെഡറൽ സമ്പ്രദായം നിലനിൽക്കുന്ന ഇന്ത്യയിൽ മുൻപുണ്ടായിരുന്ന ഒട്ടേറെ നികുതികളെ ഒറ്റ നികുതി സമ്പ്രദായത്തിനു കീഴിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റമാണ് ജി.എസ്.ടി. അഭൂതപൂർവമായ ഉയർച്ചയാണ് ജി.എസ്.ടി ഏർപ്പെടുത്തിയ ശേഷം നികുതി വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കണക്കുകൾ പറയുന്നു. 1954 ഫ്രാൻസിലാണ് ജി.എസ്.ടി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത്. 101 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ഈ നികുതി സമ്പ്രദായം പ്രാബല്യത്തിലാക്കിയത്. 101 ഭരണഘടനാ ഭേദഗതിക്ക് ആസ്പദമായ ഭേദഗതി ബില്ല് ഏതാണ്? 122 ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ജി.എസ്.ടി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ജി.എസ്.ടിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 246A ആണ്. ആർട്ടിക്കിൾ 246A. ജി.എസ്.ടിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ആർട്ടിക്കിൾ 246A. ജി.എസ്.ടി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. ആസാം 2016 ഓഗസ്റ്റ് 12 ജി.എസ്.ടി നടപ്പിലാക്കിയത്. ആസാമിൽ നടപ്പിലാക്കിയത് 2016 ഓഗസ്റ്റ് 12. ഓരോ സംസ്ഥാനത്തിനും ജി.എസ്.ടി കോഡ് ഉണ്ട്. കേരളത്തിന്റെ കോഡ് 32 ആണ്. ജി.എസ്.ടി ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാം. ജി.എസ്.ടി ബില്ല് പാസാക്കിയ 16ാമത് സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിൽ ജി.എസ്.ടി ദിനം ആയി ആചരിക്കുന്നത് ജൂലൈ 1. അതായത് 2017 ജൂലൈ 1 ജി.എസ്.ടി നിലവിൽ വന്നത്. അപ്പോൾ ജൂലൈ 1 ജി.എസ്.ടി ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. ജി.എസ്.ടി, വാറ്റ് എന്താണ്? വാല്യൂ ആഡഡ് ടാക്സ്. ഓക്കെ, ജി.എസ്.ടി വാറ്റിന് തുല്യമാണ്. എന്നാൽ ജി.എസ്.ടിയിൽ വാറ്റിന് പുറമെ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജി.എസ്.ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡ്യുവൽ ജി.എസ്.ടി ആണ്. ശേഖരിക്കപ്പെടുന്ന ജി.എസ്.ടി എസ്.ജി.എസ്.ടി ആയും സ്റ്റേറ്റ് ജി.എസ്.ടി സി.ജി.എസ്.ടി ആയും സെൻട്രൽ ജി.എസ്.ടി ആയും വിഭജിക്കപ്പെടുന്നു. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ. സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള ടാക്സ് രീതിയാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ. ബിസിനസ് സ്ഥാപനങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന ടാക്സ് ഉപഭോക്താവിൽ നിന്നും ഈടാക്കുന്നു. വാല്യൂ ആഡഡ് ടാക്സിന് വാറ്റിന് സമാനമായി പ്രവർത്തിക്കുന്നു. ഒന്നിലധികം ടാക്സ് നിരക്കുകൾ 5%, 12%, 18%, 28%. 5%, 12%, 18%, 28%. ടാക്സ് റേറ്റുകൾ തീരുമാനിക്കുന്നത് ജി.എസ്.ടി കൗൺസിലിന്റെ ശുപാർശ പ്രകാരമാണ്. ജി.എസ്.ടിയുടെ മേന്മകൾ എന്തൊക്കെയാണ്? ഒരു സാധനത്തിന് ഒന്നിലധികം തവണ നികുതി നൽകുന്നത് ഒഴിവാക്കുന്നു. അവോയ്ഡ് ഡബിൾ ടാക്സേഷൻ. ചെറുകിട നികുതിദായകർക്ക് കൂടുതൽ ഉപകാരപ്രദം. ലഘു നികുതി ഘടനയാണ്. ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദം. പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഉപഭോക്താവിന് കൃത്യമായ വിവരം ലഭിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദം. ജി.എസ്.ടിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന നികുതികൾ ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന വാറ്റ്, സേവന നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, പർച്ചേസ് ടാക്സ്, ആഡംബര നികുതി, കേന്ദ്രവും സംസ്ഥാനവും ചുമത്തുന്ന സർചാർജുകളും സെസ്സുകളും. ഒന്നുകൂടി, ജി.എസ്.ടിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന നികുതികൾ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന വാറ്റ്, സേവന നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, പർച്ചേസ് ടാക്സ്, ആഡംബര നികുതി, കേന്ദ്രവും സംസ്ഥാനവും ചുമത്തുന്ന സർചാർജുകളും സെസ്സുകളും. ജി.എസ്.ടിയിൽ ഉൾപ്പെടാത്ത നികുതികൾ ഏതൊക്കെയാണ്? ജി.എസ്.ടിയിൽ ഉൾപ്പെടുത്താത്ത നികുതികൾ: കേന്ദ്ര ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിലെ എക്സൈസ് ഡ്യൂട്ടി, മദ്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയിലെ കേന്ദ്ര വിൽപ്പന നികുതിയും സംസ്ഥാന എക്സൈസ് ഡ്യൂട്ടിയും, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കളക്ട് ചെയ്യുന്ന വിനോദ നികുതി, പിന്നെ അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി, വൈദ്യുതിയുടെ മേൽ ചുമത്തുന്ന നികുതി.
4 തരം ജി എസ് ടികളാണുള്ളത്. ഒന്നാമത്തത് സി ജി എസ് ടി ആണ്. സി ജി എസ് ടി, സെൻട്രൽ ജി എസ് ടി, കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്ന ജി എസ് ടി ആണ് സെൻട്രൽ ജി എസ് ടി. 2 എസ് ജി എസ് ടി ആണ്, സ്റ്റേറ്റ് ജി എസ് ടി, സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് സ്റ്റേറ്റ് ജി എസ് ടി. എസ് ജി എസ് ടിയും സി ജി എസ് ടിയും ഒരുമിച്ച് കളക്ട് ചെയ്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു. മൂന്നാമത്തത് ഐ ജി എസ് ടി ആണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാധന സേവന കൈമാറ്റങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി. കളക്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. നാലാമത്തത് യു ജി എസ് ടി ആണ്. യൂണിയൻ ടെറിട്ടറി ജി എസ് ടി, ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഇൻട്രാ യൂണിയൻ ടെറിട്ടറി വിതരണത്തിന് ചുമത്തുന്ന നികുതിയാണ് യു ജി എസ് ടി. ജി എസ് ടി കൗൺസിൽ ആണ് ജി എസ് ടി കൗൺസിൽ. എന്താണ് ജി എസ് ടി കൗൺസിൽ? ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നതിന് രൂപം കൊണ്ട സ്ഥാപനമാണ് ജി എസ് ടി കൗൺസിൽ. ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്, യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ജി എസ് ടി കൗൺസിലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ആർട്ടിക്കിൾ 279A ആണ്. അനുച്ഛേദം 279A. ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രി. നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? സംസ്ഥാന ധനകാര്യ മന്ത്രിമാർ, അതുപോലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി. ഓക്കെ, സംസ്ഥാനത്ത് നിന്നുമുള്ള മന്ത്രി ധനകാര്യത്തിന്റെയോ നികുതിയുടെയോ ചുമതലയുള്ള അല്ലെങ്കിൽ ജി എസ് ടി കൗൺസിലിൽ അംഗമായി പ്രവർത്തിക്കാൻ സംസ്ഥാനം നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള വ്യക്തി ആയിരിക്കും. ക്വാറം തികയാൻ ആവശ്യമായ ആളുകളുടെ എണ്ണം 50% ആണ്. ജി എസ് ടി കൗൺസിലിന് തീരുമാനമെടുക്കാൻ വേണ്ട ഭൂരിപക്ഷം 75% ആണ്. ജി എസ് ടി കൗൺസിലിന്റെ അധികാര മേഖലകൾ ഏതൊക്കെയാണ്? ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ എന്നിവ തീരുമാനിക്കുന്നു. ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കേണ്ട ചരക്കുകളും സേവനങ്ങളും തീരുമാനിക്കുന്നു. നികുതി നിരക്കുകൾ നിശ്ചയിക്കുന്നു. ജി എസ് ടിയിൽ ഉൾപ്പെടാത്ത ചരക്കുകളും സേവനങ്ങളും ഉൾപ്പെടുത്തേണ്ട സമയം തീരുമാനിക്കുന്നു. നികുതി ഒഴിവിന്റെ പരിധി നിശ്ചയിക്കുന്നു. അതായത് നികുതി ഒഴിവിന്റെ പരിധി, നികുതി നൽകേണ്ടതില്ലാത്ത വിറ്റുവരവിന്റെ പരിധി നിശ്ചയിക്കുന്നു. നികുതി നിരക്കുകളാണ് അടുത്തത്. നികുതി നിരക്കുകൾ, ജി എസ് ടിയുടെ നികുതി നിരക്കുകൾ എത്രയാണ്? 5%, 12%, 18%, 28%. സ്വർണം, ഡയമണ്ട് പോലുള്ള വസ്തുക്കൾക്ക് പ്രത്യേക ജി എസ് ടി നിരക്കാണ്. ലോട്ടറിയുടെ ജി എസ് ടി 28% ആണ്. ലോട്ടറിയുടെ ജി എസ് ടി എത്രയാണ്? 28%. ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത ഇനങ്ങൾ ഏതൊക്കെയാണ്? ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത ഇനങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ വൈദ്യുതി, മദ്യം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി, മദ്യം. ഓക്കെ, ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ വസ്തുക്കളുള്ള ജി എസ് ടി നിരക്ക്, ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ വസ്തുക്കൾക്കുള്ള ജി എസ് ടി നിരക്ക് എത്രയാണ്? 5% ആണ്. 5%. ഫുഡ് വെയറുകളുടെ ജി എസ് ടി നിരക്കായി നിശ്ചയിച്ചത് എത്രയാണ്? 12% ആണ്. 12%. ദ കറണ്ട് അഫയേഴ്സ്. നാഷണൽ കസ്റ്റംസ് ആൻഡ് ജി എസ് ടി മ്യൂസിയം എവിടെയാണ്? ധരോഹർ, പനാജിയിലാണ്. ധരോഹർ, പനാജി എവിടെ? ഗോവയിലല്ലേ? ഗോവ. ഓക്കെ, നാഷണൽ കസ്റ്റംസ് ആൻഡ് ജി എസ് ടി മ്യൂസിയം ധരോഹർ, പനാജിയിലാണ്. രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ടാക്സ് പേയർ സർവീസ്, ഓഡിറ്റ്, ഇന്റലിജൻസ്, ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് എന്നായിരിക്കും എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് പുനഃസംഘടിച്ചത്. ജി എസ് ടി തർക്ക പരിഹാരങ്ങൾക്കായി കേരളത്തിൽ ട്രിബ്യൂണലുകൾ നിലവിൽ വരുന്നത് എവിടെയൊക്കെയാണ്? കൊച്ചിയിലും തിരുവനന്തപുരത്തും. ഓൺലൈൻ ഗെയിമിംഗ്, ചൂതാട്ട കേന്ദ്രങ്ങൾ, കുതിരപ്പന്തയം എന്നിവയ്ക്ക് ജി എസ് ടി നിരക്ക് എത്രയാണ്? 28% ആണ് മാക്സിമം. ഓക്കെ, 28%. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.